രാഹുലിലേക്ക് വരാം. മറ്റ് അതിഥികൾ കൂടി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ താങ്കൾ ആദ്യം മുതൽ തന്നെ പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി അതിന്റെ ശരി തെറ്റ് എന്ത് എന്നൊക്കെ വരട്ടെ. പക്ഷേ നോക്കൂ, ഇത്തരം ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു ഏതെങ്കിലും മോശം അനുഭവം നേരിടുന്ന പെൺകുട്ടികൾ ആ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതിനെതിരെ പ്രതികരിക്കാൻ അവർ വീണ്ടും ഒന്നുകൂടി കരുതലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഈ അനുഭവത്തിൽ വേട്ടയാടപ്പെടുമോ സ്ത്രീ സമൂഹം? തീർച്ചയായിട്ടും പെടും എന്നല്ല, ഇപ്പം തന്നെ വേട്ടയാടപ്പെടുന്നുണ്ട്. അതായത് എല്ലാവർക്കും അവരവരുടെ വീട്ടിലെ പുരുഷന്മാർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഭീതി സ്ത്രീകളിൽ ഉളവാക്കാൻ ഈ ഒരു സംഭവത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ, അതായത് ഇത് സംഭവിക്കാത്തൊരു കാര്യമാണ്. ആ പെൺകുട്ടി കണ്ടൻറ് ക്രിയേഷന് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ് എന്നുള്ള ആ ഒരു പ്രചരണത്തിന് വളരെയധികം ആക്കം കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മറ്റ് റീലുകളൊക്കെ നോക്കിയാൽ അത് കണ്ടൻറ് ക്രിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ദീപക് ഇന്നസെൻ്റ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നില്ല. ഇനി അത് ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ ഞാനതിനെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ആയിട്ടില്ല. എനിക്കത് മനസ്സിലാകുന്നുമില്ല. ഈ തരത്തിൽ ഒരു വീഡിയോ എന്താണ് സ്ലോ മോഷനിൽ വീഡിയോ കാണിച്ചാൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വീഡിയോ പറയില്ല. അത് സ്ലോ മോഷനിൽ കാണിച്ചാലും സ്പീഡായിട്ട് കാണിച്ചാലും ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വീഡിയോ പറയില്ല. അത്രയും വീഡിയോ അറിവ് എനിക്ക് ഉണ്ട്. അപ്പോൾ ദീപക് ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ദീപക്കിന് മാനഹാനി വരുത്തി അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വരട്ടെ, അന്നേരം നോക്കാം. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ. ശരി. പക്ഷേ ഇതിൻ്റെ പേരിൽ എല്ലാ സ്ത്രീകളെയും വളരെയധികം അപമാനിക്കുന്ന ഒരു ടെൻഡൻസി സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. തീർച്ചയായും അതൊരു ഭീതിതമായ നിലയിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു മുതലെടുപ്പാണോ എന്ന് നമ്മൾ സംശയിക്കുന്നതും ആ വിഷയം ചർച്ച ചെയ്തതും. ഞാൻ തഹ്ലിയിലേക്ക് വരാം സമയമുണ്ടെങ്കിൽ. ആശ ഉണ്ണിത്താൻ നോക്കൂ, ഇല്ല, ഞാൻ അന്ന് ആശ ഉണ്ണിത്താനിലേക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആശ ഉണ്ണിത്താൻ, നമുക്ക് ഈ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഈ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം സ്ലോയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അവിടെ ഒരു 30% കിട്ടുമോ എന്ന് നിയമം പാസ്സായിട്ടും ഇനി എന്ത് ചെയ്താൽ അത് കിട്ടുമെന്ന് കാത്തിരിക്കുന്ന സ്ത്രീ സമൂഹമാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ സ്ലോയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും പിന്നാക്കമാണ് ആ മൂവ്മെന്റ്സ് നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. പാട്രിയാർക്കി എങ്ങനെയൊക്കെയാണോ ഇതിനെയൊക്കെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ അപകടകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കപ്പെടുന്നു. അവിടെ ഇനി സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ ഇനി എത്രമാത്രം ആലോചിക്ക എന്ന കാര്യം അറിവില്ലായ്മ വരുന്നു. സ്ത്രീ സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കാണുകയാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാകട്ടെ, ഈ ദീപകിന്റെ വിഷയമാകട്ടെ, ഇതിലെല്ലാം അല്ല, ഈ ചർച്ച ഒറ്റ കാര്യം ദീപക്കിന് നീതി വേണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന രീതിയിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഒരിക്കലുമല്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സമയം പോകും, നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. ആശ ഉണ്ണിത്താൻ, പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടരുത്. അത് ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ് റെനീസ്, അത് ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ് റെനീഷ്, ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ്. അത് ചില പ്രത്യേക മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അങ്ങനെ തോന്നും. അത് തിരുത്താനുള്ള സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ആശ ഉണ്ണിത്താനോടാ എന്റെ ചോദ്യം. ആശ ഉണ്ണിത്താൻ 2 മിനിറ്റിൽ നിർത്തിയാൽ രാഹുലിന് 3 മിനിറ്റ് കിട്ടും.
നോക്കൂ, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. അതായത് ഈ ഈക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പൊ പുരുഷന്മാരുടെ ഒരു സമത്വം, പുരുഷനെ സമനായി കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഈ മെൻസ് അസോസിയേഷന്റെ പുറകെ നടക്കുന്നത്, പക്ഷെ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നടക്കുന്നത്, മുന്നിൽ നടക്കുന്നത്. അപ്പൊ ഇതിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒരു ഇന്റലിജന്റ് ഡിഫറൻഷ്യ ആയിട്ട് ഒരു പ്രത്യേക ക്ലാസ് ആയിട്ട് പുരുഷനെ അവിടെ കാണേണ്ട യാതൊരു സാഹചര്യവും ഇന്ത്യയിൽ ഇല്ല. ഒരു ക്ലാസിഫിക്കേഷനിൽ ഒരിക്കലും അങ്ങനെ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടൊരു കമ്മീഷൻ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈക്വാളിറ്റി എന്ന് ഭരണഘടന പറയുന്ന അന്തസത്തയില് ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസ് എന്ന സംഗതികളിലേക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ, കുഞ്ഞുങ്ങളെ, അതല്ലെങ്കിൽ മറ്റു പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ വെക്കുന്നത് പോലെയല്ല മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പുരുഷന്റെ അവസ്ഥ. പുരുഷന്റെ നേരെ നടക്കുന്ന പീഡനം എന്ന് പറയുന്നത് മനുഷ്യന്റെ നേരെ നടക്കുന്ന പീഡനമാണ്. അത് അതിൽ സ്ത്രീ പുരുഷ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ ജെൻഡറും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരേ വിഷയം മാത്രമേ ഉള്ളൂ. അതിൽ അപൂർവമായി മാത്രമാണ് ചില കേസുകൾ, നെഗറ്റീവ് കേസുകൾ വരുന്നത്, അല്ലെങ്കിൽ തെറ്റായ കേസുകൾ വരുന്നത്. അത് സ്ത്രീകളുടെ നേരെയും തെറ്റായ കേസുകൾ വരുന്നുണ്ട്. അതിന്റെ അനുവാദം നോക്കുമ്പോൾ ഒരുപോലെ തന്നെയാണ്. അല്ലാതെ കൃത്യമായ ഒരു ഈക്വാളിറ്റിയുടെ ഡെഫിനിഷനിലേക്ക് വന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുരുഷ അവകാശം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന പുരുഷ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.